ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നു. സ്ഥാപനം കുറച്ച് 21 രൂപ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്ത് 21 സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടികളുടെ നേരത്തെ വർക്ക് ചെയ്യുന്ന ഇവരുമായിട്ട് നല്ല ബന്ധമാണ്. ഇവരുടെ എല്ലാ പ്രോഗ്രാം നോക്കിയ കുട്ടികളാണ് ഫോട്ടോയിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഓഡിറ്ററിൻ്റെ അവിടെ നിന്നൊരു ഇത് വന്നു, ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എനിക്കൊന്ന് മെയ് 27 അവിടെ ചോദിക്കുന്നു. പിന്നെ അവർ കിടന്ന് വിളിക്കുന്നു. അവർ കിടന്ന് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. കുറച്ച് പൈസ ഞങ്ങൾ എടുത്തു, തിരിച്ചു തരാം. അപ്പോഴത്തെ നമ്മൾ കണക്കെല്ലാം എടുത്തു നോക്കി 69 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ 69 ലക്ഷം രൂപയും ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം. ഞാൻ തരാം. പോയി കഴിഞ്ഞ് ഇവർ രാത്രി വിളിച്ച് ഇവിടെ ഒന്ന് തൊട്ടടുത്ത ദിവസം രാത്രി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇങ്ങനെ കേസിൽ നിങ്ങൾ പിന്മാറണം മറ്റോ. അപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. അടുത്ത ദിവസം തന്നെ അവർ കൊണ്ടുവന്ന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുന്നു. അവരെ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഏതോ അജ്ഞാത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് ഇടിച്ച് പൈസ വാങ്ങിച്ചു. ഇതിപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ കേസ് കൊടുത്തു അവർ തെറ്റ് ചെയ്തവർ. എന്നാൽ സ്റ്റേഷനിൽ കുറ്റം ചെയ്തതിൻ്റെയും കുറ്റം സമ്മതിച്ചതിൻ്റെയും വീഡിയോ ഇരിക്കുക. എന്നിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് നമ്മൾക്കെതിരെ, അതായത് പണം പോയവരെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിയം സി ആണ് നടപടി എടുത്തിരിക്കുന്നത്. ഇപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കും അറിയില്ല.